പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും. ബിയോണ്ട് ദ പേജിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ മുന്നിൽ നിന്ന് പറയാൻ പോകുന്നത്, നമ്മുടെയൊക്കെ മനുഷ്യരുണ്ടല്ലോ, നമ്മളൊക്കെ എന്തെങ്കിലുമൊക്കെ ബിസിനസ് തുടങ്ങാനൊക്കെ ഉദ്ദേശിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഐഡിയകളൊക്കെ മറ്റുള്ളവർക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണെങ്കിൽ, നമ്മുടെ കഴിവുകളൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ, എന്തെങ്കിലുമൊക്കെ സംതിങ് ന്യൂ ഇന്നോവേഷനൊക്കെ നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ, ഇതിനൊക്കെ പിന്തിരിപ്പിക്കാൻ അല്ലെങ്കിൽ ഇതിൻ്റെ കോട്ടങ്ങൾ പറയാൻ ഒരുപാട് പേരുണ്ടാകും. ഇതങ്ങനെ ചെയ്താൽ ഇങ്ങനെ നിനക്ക് നഷ്ടം വരും, ഇതൊന്നും വിജയിക്കുന്ന ബിസിനസ് അല്ല, അല്ലെങ്കിൽ ഇതൊന്നും നല്ല മാർഗമല്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് പിന്തിരിപ്പിക്കാനുണ്ടാവും. അവരുടെ ലക്ഷ്യം എന്താണ്? അവർക്ക് നമ്മൾ വിജയിച്ചു വരുന്നതൊന്നും ഇപ്പോൾ ആഗ്രഹിച്ചോളണമെന്നില്ല. ബഹുഭൂരിപക്ഷം പേരും അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത് എന്തെന്നാൽ, ആശയങ്ങളൊക്കെ നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് ചോദിക്കാം, അതായത് അഡ്വൈസൊക്കെ നമുക്ക് ചോദിക്കാം. പക്ഷെ നടപ്പിലാക്കേണ്ടതും തീരുമാനമെടുക്കേണ്ടതൊക്കെ നമ്മൾ സ്വയം തന്നെയാണ്. കാരണം നമ്മളാണ് തീരുമാനം എടുക്കണം. നമ്മൾ എന്താവണം, നമ്മൾ എങ്ങനെ നടക്കണം, നമ്മൾ ഏത് വഴിയിലൂടെ നടക്കണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് സ്വയമാണ്. എങ്കിലും നമ്മുടെ ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടായിരിക്കുള്ളൂ. ഈവൻ നിങ്ങളിപ്പോൾ വിജയിച്ചു, ഒരു ബിസിനസ് തുടങ്ങി, അല്ലെങ്കിൽ ഒരു ആശയങ്ങൾ എന്തെങ്കിലും സമൂഹത്തോട്ട് പറഞ്ഞു വെച്ച് ഇതൊക്കെ വിജയിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഈ പറഞ്ഞ ആളുകളൊക്കെ അപ്പോൾ നേരെ ഓപ്പോസിറ്റ് വരും. അവരെന്ത് പറയും? നമ്മുടെ സപ്പോർട്ട് കൂടിയാണ്, നമ്മുടെയൊക്കെ പിന്തുണ കൂടിയാണ്, എൻ്റെ അഭിപ്രായങ്ങൾ സ്വീകരിച്ചത് കൊണ്ടാണ് ഇതിൻ്റെ വിജയത്തിന് പിന്നിൽ ഇത്രയും എത്തിയതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരൊക്കെ എന്ത് ചെയ്യും? ഇതിന് അപ്പോൾ ഒരുപാട് പേര് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ വഴികളൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ തന്നെ വെട്ടി തുറന്ന് മുന്നോട്ട് പോകണം. എങ്കിൽ നമുക്ക് നല്ല വിജയം ഉണ്ടായിരിക്കും, തീർച്ചയാണ്. ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, അതായത് സക്സസ് ഹാസ് എ മെനി ഫാദേഴ്സ് ബട്ട് ഫെയിലിയർ ഈസ് ആൻ ഓർഫൻ എന്ന് പറഞ്ഞാൽ, നമ്മളൊക്കെ വിജയിച്ചാലുണ്ടല്ലോ, അതിൻ്റെ പിതൃത്വം ഏറ്റെടുക്കാൻ ഒരുപാട് പേരുണ്ടാവും. അതിന് പിന്നിൽ ഞങ്ങളാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈവൻ പരാജയപ്പെട്ടാലോ, ഈ പറഞ്ഞ ആളുകളൊന്നും ഉണ്ടാവില്ല, കുറ്റപ്പെടുത്തൽ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. സോ നമ്മുടെ വഴികൾ നമ്മൾ തന്നെ വെട്ടിത്തെളിക്കുക. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.